എന്തുകൊണ്ടാണ് ഇത് കുട്ടികൾ കാണരുത് എന്ന് പറഞ്ഞത് എന്ന് വഴിയേ പറയാം. ഞാൻ പറഞ്ഞ വിഷയത്തിന്റെ ഗൗരവം ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു സ്ഥലത്താണെങ്കിൽ പിന്നെ പോട്ടേന്ന് വെക്കാറുണ്ട്. ഇത് എല്ലാ സ്ഥലത്തും ഇത് തന്നെയാണ് അവസ്ഥ. 1 ഇഞ്ച് സ്ഥലം പോലും ബാക്കിയില്ല. അത് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ പെരിച്ചാഴി കുഴിച്ചു വച്ചിരിക്കുന്നതാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യമൊക്കെ പോട്ടെ എന്ന് വിചാരിച്ചിരുന്നെങ്കിലും ഇത് ഇങ്ങനെ പോയാലും നടപടി ആവൂല എന്നൊരു തിരിച്ചറിവിലാണ് ഇന്നത്തെ വീഡിയോയുടെ ഉത്ഭവം. കണ്ടില്ലേ, വൃത്തികേടായിട്ടോ അല്ലെങ്കിൽ മെസ്സായിട്ടോ കിടക്കുന്ന സ്ഥലം ഒന്നുമല്ല. ഇതുപോലെ ഹോസ് പോകുന്ന സ്ഥലത്താണ് ഈ പെരിച്ചാഴി ഈ പണി കാണിച്ചു വെച്ചിരിക്കുന്നത്. മണ്ണൊക്കെ ആകെ കുഴിച്ച് മറച്ചിട്ടേക്കാണ്. മനുഷ്യന്മാര് കുഴിച്ചു വച്ചിരിക്കുന്ന പോലെയാണ് ഈ എലികൾ കാണിച്ചു കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിനുള്ള ഒരു പ്രതിവിധിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇത്തരത്തില് ശല്യക്കാരായ എലിയെയും പെരിച്ചാഴിയെയും മറ്റും തുരത്താനുള്ള ഒരു അത്ഭുത വിദ്യ, അത് 2 ടിപ്പായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നിലവിലെ എൻ്റെ വീടിന്റെ അവസ്ഥ നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ. അപ്പൊ ഇതിനൊരു പരിഹാരം എന്ന രീതിയിലാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാനികരമായിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഡെയിലി നമ്മുടെ വീടുകളിൽ നിരന്തരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് നമ്മുടെ തൈരാണ്. അപ്പോൾ ഇത് നമ്മൾ ഗോതമ്പിന്റെ ഉണ്ടകളാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതുപോലെ ഉപയോഗിച്ചിട്ട് ബാക്കി വരുന്ന നമ്മുടെ മെഡിസിൻ കൊണ്ട്, ഗുളിക കൊണ്ട്, പാരസിറ്റമോളോ ആന്റിബയോട്ടിക്കോ എന്തോ ആയിക്കോട്ടെ, ബാക്കി വരുന്ന ഗുളികകൾ കൊണ്ട് തന്നെ നമുക്ക് ഇതിന് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഹോം റെമഡി വീട്ടിൽ തന്നെ ചെയ്ത് നോക്കാവുന്നതാണ്. ഇവിടെ ഞാൻ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഒരു ഗുളികയുടെ സ്ട്രിപ്പ് എടുത്തിട്ടുണ്ട്, കൂട്ടത്തിൽ ഒരു മെഴുകുതിരി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ പെരിച്ചാഴീനെ തുരത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. പിന്നെ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ കാണും ഇതുപോലെ തീരാറായ സോപ്പ്. അപ്പോൾ അലക്കണതായാലും അല്ലെങ്കിൽ കുളിക്കണതായാലും പാത്രം കഴുകണയാൽ പോലും ഇതുപോലെ ഉപയോഗിച്ച് ബാക്കി വന്ന സോപ്പ് ഉണ്ടെങ്കിൽ അത് കളയാതെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ പെരിച്ചാഴീനെ തുരത്താനുള്ള ആദ്യത്തെ ടിപ്പിൽ ഞാൻ ചെയ്യാൻ പോണത് ഈ സോപ്പും മെഴുകുതിരിയും ഉപയോഗിച്ചിട്ടുള്ളതാണ്. അതിനാദ്യമേ തന്നെ നമുക്ക് ഇതുപോലൊരു സോപ്പ് എടുത്തിട്ട്, അതായത് തീരാറായ സോപ്പായാലും മതി, ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. പഴയ ഗ്രേറ്റിംഗ് മെഷീൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് വെച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ കത്തി കൊണ്ടാണ് ചുരണ്ടെടുക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഞാൻ സോപ്പ് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കുന്നുണ്ട്. നമുക്ക് തീരാറായ സോപ്പ് എടുക്കുന്നതാണ് കേട്ടോ ഇതിന് നല്ലത്. എന്തായാലും നമ്മളത് വേസ്റ്റ് ആക്കി കളയാണല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു ഉപകാരം ഉണ്ടാവുകയാണെങ്കിൽ നല്ലതല്ലേ. നമ്മുടെ കുളിക്കുന്ന സോപ്പ് ചെറിയ കഷ്ണങ്ങളാക്കി ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മെഴുകുതിരി ഒരു കഷ്ണം നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. പച്ചക്കറി ഗ്രേറ്റ് ചെയ്യുന്ന പഴയ പല സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് വെച്ച് എളുപ്പത്തിൽ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാവുന്നതാണ്. ഇവിടെ ഞാനിപ്പോൾ കത്തി കൊണ്ട് തന്നെയാണ് ഇത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുന്നത്. ഇത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സോപ്പ് കഷ്ണത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ മെഴുകുതിരിയും ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ സോപ്പ് അരിഞ്ഞു വെച്ചതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ എടുത്തു വെച്ചിരുന്ന മെഴുകുതിരിയും സോപ്പും നല്ലപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോ ബോൾസ് ആക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗോതമ്പ് പൊടിയാണ്. നമ്മളിപ്പോൾ ചപ്പാത്തിയും പൂരിയും ഒക്കെ ഉണ്ടാക്കുമ്പോൾ ബാക്കി വരുന്ന 2 ഉണ്ടയാലും നമുക്ക് എടുത്തു വെച്ചിരുന്നാൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാവുന്നതാണ്. മെഴുകുതിരിയും സോപ്പും ഇതുപോലെ രണ്ടും മിക്സ് ആക്കി ചെറിയ ചെറിയ ബോൾസ് ആക്കി നമുക്ക് ഇങ്ങനെ എടുക്കാം. ഇതുപോലെ നമ്മൾ പൂരിയും ചപ്പാത്തിയും ഒക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് മാവ് ഇതുപോലെ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്കിതിന് എളുപ്പമായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഇവിടെ വെച്ചിരിക്കുന്ന ഗോതമ്പിന്റെ ഉണ്ട് നമ്മുടെ കയ്യിൽ ഇതുപോലെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിശ്രിതം, അതായത് നമ്മുടെ സോപ്പും മെഴുകുതിരിയും കൂടി കൂട്ടി വെച്ചിരിക്കുന്ന ഈ മിശ്രിതം നമുക്ക് ഇതുപോലെ ഗോതമ്പിന്റെ ഉണ്ടയുടെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതൊന്ന് പൊതിഞ്ഞെടുക്കണം. ഇനി നമുക്ക് വലിയ പണിയൊന്നുമില്ല. നമുക്ക് ഇത് പെരിച്ചാഴി, എലി എന്നിവയുടെ തൊരപ്പൻ എന്നിവയുടെ ശല്യമുള്ള സ്ഥലങ്ങളിൽ നമുക്കിത് ബോൾസ് ആക്കിയിട്ട് കൊണ്ടുചെന്ന് വെക്കാവുന്നതാണ്. ഇതിപ്പോ നമ്മൾ ഉള്ളിൽ വെച്ചിട്ട് ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ പുറത്തുനിന്ന് കാണുമ്പോൾ നമുക്കൊന്നും തോന്നില്ല അല്ലെ. ഉള്ളിൽ ഇതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നൊന്നും നമുക്ക് പുറമെ കാണുമ്പോൾ തോന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ കുട്ടികളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. കുട്ടികൾ കാണുമ്പോൾ നമ്മൾ ഇതിങ്ങനെയൊന്നും ചെയ്ത് വെക്കാൻ പാടില്ല. കാരണം ഈ സോപ്പ് മെഴുകുതിരിയൊക്കെ കമ്പൈൻ ചെയ്തിരിക്കുമ്പോൾ നല്ലൊരു കളറാണ്. അപ്പൊ കുട്ടികൾക്ക് അറിയില്ല, അവർ ചിലപ്പോൾ ഇത് ഗോതമ്പിന്റെ ഉണ്ടായാലും ഇത് വായിലിടാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് കുട്ടികൾ കാണാതെ അവർ ഉറങ്ങുമ്പോഴൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞത്. കാണുമ്പോൾ തന്നെ കുട്ടികൾ വല്ല മിഠായിയാണ് എന്നൊക്കെ വിചാരിച്ച് വായിലിടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇപ്പൊ നമ്മൾ ഈ ഗോതമ്പിന്റെ ഉണ്ട പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇതകത്ത് നമ്മൾ ഇതുപോലെ ഫില്ലിങ് ചെയ്ത് വെച്ചതാണെന്ന് ആരും കണ്ടാൽ പറയില്ല. അപ്പൊ അതാണ്. പിന്നെ നമ്മുടെ വളർത്തുമൃഗങ്ങളെയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അവയൊക്കെ കൂട്ടിലാക്കിയിട്ട് മാത്രമേ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കാൻ പാടുള്ളൂ. ഈ മഴക്കാലത്ത് പ്രത്യേകിച്ചും എലിപ്പനിയും ഡെങ്കിപ്പനിയും ഒക്കെ പെരുകി നടക്കുന്ന സമയമാണ്. അപ്പോൾ എലിയും തുരപ്പനൊക്കെ നമ്മുടെ വീടുകളിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ ചെറിയ ചേരുവകൾ കൊണ്ട് നമുക്ക് ഇതുപോലെ ഒരു മിക്സ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അവയുടെ ശല്യം പൂർണ്ണമായിട്ട് നമ്മുടെ വീടുകളിൽ നിന്ന് മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിവിടെ അടുത്ത ഗോതമ്പിന്റെ ഉണ്ട ഇതുപോലെ കയ്യിൽ വെച്ചൊന്ന് പരത്തി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരുന്ന ആ മിക്സ് ഒന്നും കൂടി ഇതുപോലെ അതിന്റെ ഉള്ളിലേക്ക് വെക്കാം. നേരത്തെ ചെയ്തതുപോലെ ഇത് നല്ലപോലെ ഒന്ന് പൊതിഞ്ഞെടുക്കാം കേട്ടോ. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മറ്റേ മുണ്ടയും ഇതുപോലെ തന്നെ ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ കാട്ടിത്തരാം.
അപ്പൊ ഞാൻ എടുത്തു വെച്ചിരുന്ന ആ മൂന്നാമത്തെ ഉണ്ടയിലും ഗോതമ്പിന്റെ ഉണ്ടയിലും ഇതുപോലെ ഉള്ളിൽ ആ മിക്സ് വെച്ച് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എലി, പെരിച്ചാഴി എന്നിവയുടെ ശല്യമുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുചെന്ന് വെക്കാം. ഇനി നമുക്കിത് ഓരോ പൊത്തുകളിലായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എത്ര ആഴത്തിലാണ് അത് പോയേക്കുന്നതെന്ന് പോയ വഴി കണ്ടില്ല, അത്രമാത്രം ആഴത്തിൽ എലികൾ തുരന്ന് വെച്ചേക്കാണ്. ഇനി വേറെ വേറെ സ്ഥലങ്ങളിലായിട്ട് നമ്മുടെ ഗോതമ്പിന്റെ ബോൾസ് ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ ഒരല്പം മാറിയിട്ട് ഇവിടെയും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. വീട്ടിൽ തന്നെ ഹാനികരമല്ലാത്ത സാധനങ്ങൾ വെച്ച് ചെയ്യുന്ന ഈ ടിപ്പുകൾ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കേ. എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ വീടുകളിൽ ശല്യക്കാരായ എലി, പെരിച്ചാഴിയെ എന്നിവയൊക്കെ തുരത്താനായിട്ട് സാധിക്കും. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് കട്ടിത്തൈരും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഗുളികയും കൂടി ചേർത്ത് ഉണ്ടാക്കുന്നതാണ്. ഒരല്പം തൈര് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പൊ എടുക്കുമ്പോൾ നല്ല കട്ടിക്കുള്ള തൈര് തന്നെ എടുക്കാൻ നോക്കാം. അപ്പോൾ തൈരിലേക്ക് നമുക്ക് ഒരല്പം വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം ആയി പോകാൻ പാടില്ല, ഒരല്പം മാത്രം വിനാഗിരി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ വിനാഗിരി ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് പാറ്റ ഗുളികയാണ്. പാറ്റ ഗുളിക ഇല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഇതുപോലത്തെ ഗുളികകൾ ഉണ്ടെങ്കിൽ നമുക്ക് അതെടുക്കാം. പാറ്റ ഗുളിക ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. അല്ലെങ്കിൽ ബാക്കി വന്ന ആന്റിബയോട്ടിക്സ് അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ പാരസിറ്റമോൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗുളിക ഉണ്ടെങ്കിൽ നമുക്ക് അതൊന്ന് പൊടിച്ച് ഇതിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഇവിടെ 3 ഗുളിക എടുത്തിട്ട് ഞാൻ ഇതുപോലെ ഫൈനായിട്ട് പൊടിച്ച് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തൈരിന്റെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിത് ഉപയോഗിക്കാത്ത ഒരു സ്പൂൺ എടുത്ത് നമ്മൾ നല്ലപോലെ ഇത് 3ഉം കൂടി മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ആ പൊടിച്ച് ചേർത്ത ഗുളികയുടെ ഇതെല്ലാം എല്ലാ സ്ഥലത്തേക്കും ഇതുപോലെ ആകാൻ പാകത്തിന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, നല്ലപോലെ തന്നെ പതഞ്ഞ് പൊങ്ങി വരുന്നുണ്ട്. കണ്ടില്ലേ, ഇങ്ങനെയൊക്കെ കണ്ടാൽ കുട്ടികൾ തൈരിന്റെ സ്മെല്ലുള്ളതുകൊണ്ട് തൈരാന്ന് വെച്ചെടുത്ത് കഴിക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ കുട്ടികൾ കാണരുത് എന്ന് പറഞ്ഞത്. അപ്പോൾ തൈരും വിനാഗിരിയും ഗുളികയുടെ പൗഡറും കൂടി പൊടിച്ച് ചേർത്തപ്പോൾ നമ്മുടെ മിക്സ് നല്ല നുരഞ്ഞ് പൊങ്ങി വരുന്നത് കണ്ടില്ലേ. നമ്മൾ ഒഴിച്ചതിൽ കൂടുതൽ ക്വാണ്ടിറ്റി ആയിട്ട് ഇപ്പൊ ഇത് മാറിയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് വേണമെങ്കിൽ ഹാർപ്പിക്കോ തൈരിന്റെ മണം പോകാത്ത രീതിയിൽ ഒരു അല്പം ഹാർപ്പിക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ആയാലും ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് എലി, പെരിച്ചാഴി, പല്ലി, കൂറ എന്നിവയുടെ എല്ലാ വിധത്തിലുള്ള ജീവികളുടെ ശല്യങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നേടാനായിട്ടുള്ള ഒരു അത്ഭുത കൂട്ടാണ് കേട്ടോ ഈ എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ മിശ്രിതം നമ്മുടെ എലിയും പെരിച്ചാഴിയുടെ ഒക്കെ ശല്യമുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഒഴിക്കാനായിട്ട് പോവാണ്. മെയിനായിട്ട് ഇതുപോലെ പൊത്തുകൾ ഉണ്ടെങ്കിൽ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പെരിച്ചാഴി വരുമ്പോൾ ഉറപ്പുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഇതുപോലെ ചെയ്ത് നോക്കാം കേട്ടോ. ഇതിപ്പോൾ നല്ല വലിയൊരു ഹോളാണ്, അതിലേക്ക് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന മിശ്രിതം ഒഴിച്ചു കൊടുക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പൊ ഈ തൈരിന്റെ ഒക്കെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ കുറച്ച് ഞാനിതാ ഇവിടെ ഒഴിച്ചു കൊടുത്തു. ഇനി ഇതാ നമുക്ക് അതിന്റെ ബാക്കി ഈ സ്ഥലത്തും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിങ്ങനെ ചെയ്തിട്ട് ഒരു 2 ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പൊ കുട്ടികൾ കാണാതെ രാത്രി കാലങ്ങളിലൊക്കെ അവർ ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഈ മിക്സിങ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. കുട്ടികൾ കണ്ടാൽ നമ്മൾ സാധാരണ തൈരും അല്ലെങ്കിൽ ഗോതമ്പൊക്കെയാണെന്ന് കരുതി എടുത്ത് കളിക്കുകയോ അല്ലെങ്കിൽ കഴിക്കുകയൊക്കെ ചെയ്യും. അത് ഡേഞ്ചറാണ്. നമ്മുടെ വീട്ടിൽ വളർത്തു മൃഗങ്ങളൊക്കെ കൂട്ടിലാക്കിയതിന് ശേഷം ഇങ്ങനെ ചെയ്യാം കേട്ടോ. വീഡിയോ ഇഷ്ടമായാലും വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നുപോലെ. വീണ്ടും ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പായിട്ട് വരാം. അതുവരേക്കും ടാറ്റാ, ബൈ, സീ യു.